കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒത്തിരി ആൾക്കാർ ഇന്ന് വിളിച്ചിട്ട് ഫോണിൽ കൂടെ ആയാലും നേരിട്ടായാലും പറയുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ ഞാൻ ഒരു പാർട്ടിക്ക് കുറച്ച് പൈസ കടം കൊടുത്തു, അതല്ലെങ്കിൽ ഞാനൊരു പാർട്ടിയെ സഹായിച്ചു, പലിശയ്ക്ക് കൊടുത്തതല്ല സഹായിച്ചു, പിന്നെ തരും എന്നുള്ള രീതിക്ക് സഹായിച്ചു, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്നു. ഇപ്പം അവർ പൈസ കൊടുക്കുന്നില്ല, ഞാൻ കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ പൈസ എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ സാമ്പത്തികം പുറത്തു പോയിട്ട് തിരിച്ച് നമ്മളിലേക്ക് അത് വരുന്നില്ല. അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇത്തരം ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാവുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടക്കുന്ന റൂമിലോ നിങ്ങളുടെ വാതിൽ നിൽക്കുന്ന ഭാഗത്തോ ഒരു 7 എന്ന് പറഞ്ഞ് ഒരു റോബറി സ്റ്റാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതാണ് നിങ്ങളെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാനായിട്ട് നല്ലൊരു ഫെങ്ഷു കൺസൾട്ടൻ്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണ്. ഫെങ്ഷു കൺസൾട്ടനെ വിളിച്ചിട്ട് അവിടെ എൻട്രൻസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലോ 7 എന്ന് പറഞ്ഞിട്ട് നക്ഷത്രം നിൽപ്പുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ എനർജി കുറയ്ക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ആ ഭാഗത്ത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പം പുറത്തോട്ട് പൈസ കൊടുക്കരുതാത്ത വ്യക്തികളെന്ന് പറയുമ്പം ആ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്തിട്ട് 7 എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് നിങ്ങളുടെ ബെഡ്റൂമോ എൻട്രൻസോ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പൈസ പുറത്ത് കൊടുക്കല്. പുറത്ത് കൊടുത്താൽ ആ പൈസ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇതിൻ്റെ ആ 7ൻ്റെ ഒരു റെമഡി ആയിട്ട് നിങ്ങൾ ആ ഭാഗത്ത് ഒരു ബ്ലൂ കളർ മാറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ എനർജി അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 7നെ നല്ല രീതിയിൽ വീക്കാക്കാനായിട്ട് ഈ ഒരു എലമെൻറ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു അവിടെ വെക്കുന്നത് നല്ലതാണ്. പിന്നെ പൈസ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഒരു ലോട്ടസിലിരിക്കുന്ന ഒരു ലാഫിൻ ബുദ്ധയുടെ പ്രതിമ വാങ്ങിച്ചിട്ട് ഈ ഭാഗത്ത് വെക്കുന്നതും ഒത്തിരി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത്തരം ടൂളുകൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഉറപ്പായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.